പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദർശും നയനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം അപ്പച്ചി എല്ലാ കാര്യങ്ങളും അറിഞ്ഞതൊക്കെ നയന ആദർശിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, അപ്പച്ചിയെ വിശ്വസിക്കാൻ പറ്റില്ല, ഒരു പോയ കോടാലിയാണ്. ഇനി ചേച്ചിയെ തകർക്കാൻ വേണ്ടി എല്ലാ സത്യങ്ങളും, മകൻ്റെ എല്ലാ തെറ്റുകളും വിളിച്ചു പറയുമോ എന്നറിയില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെയാണ് ദോഷമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവർ അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ ആദർശ് പറയുന്നു. പിന്നെ രണ്ടുപേരുടെ ഒരു കുട്ടി റൊമാൻസൊക്കെ കാണിക്കുന്നുണ്ട്. 2-3-4 ദിവസം കൂടി കണ്ടതല്ലേ, അതിൻ്റെ ഒരു സന്തോഷം. പിന്നീട് ഗോവിന്ദനെ കാണിക്കുന്നുണ്ട്. നവീൻ എപ്പോഴും നന്ദുവിൻ്റെ അടുത്ത് വരുന്നതുകൊണ്ട് ആകെ ടെൻഷനാണല്ലോ അനിക്ക്, അതുകൊണ്ട് അനി അങ്ങോട്ട് ചെല്ലുവാണ് നന്ദുവിനെ കാണാൻ വേണ്ടി. അന്നേരം ഗോവിന്ദൻ അനിയോട് പറയുവാണ്, ഇനി നവ്യയും അഭിയും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരാഗ്രഹവും ഇല്ല. പിന്നെ ഒരു കുട്ടി ഉണ്ടായി പോയെന്നോർത്ത് അതും ഒരു പ്രശ്നമല്ല. പിന്നെ ഇതെല്ലാം തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. അതുപോലൊരു പ്രതിസന്ധിയാണ് ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ കൂടെ വീണ്ടും വീണ്ടും ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കരുത് എന്നിങ്ങനെ അനിയോട് പറയുവാണ് ഗോവിന്ദൻ. അതായത് നന്ദുവിനെ കാണാൻ ചെന്നത് ഗോവിന്ദന് ഇഷ്ടപ്പെട്ടിട്ടില്ല, വെറുതെ ഞങ്ങളെ ടെൻഷനിലാക്കരുത് എന്നാണ് പറയുന്നത്. ഇത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്ന അനിയെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്.